ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെടികളും ഇതൊക്കെ കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കും, അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഗാർഡനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ തൈകളൊക്കെ. അപ്പോൾ അതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് വീട്ടിലത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ വീഴത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് പപ്പായൻ്റെ തൈയാണ്, പിന്നെ അതുപോലെ തന്നെ ഇത് വഴുതനങ്ങൻ്റെ തൈയാണ്. അപ്പോൾ അത് പെരിച്ചായൊക്കെ മാന്തി തല കീഴാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ 5 വഴുതനങ്ങ തൈ വാങ്ങിയിൽ ഇനി 4 ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് അവിടെ ഇങ്ങനെ കാണുന്ന വെള്ളമുളകാണ്, വലിയ സൈസ് മുളകാവില്ലേ അങ്ങനത്തെ. ഇത് പിന്നെ ചെടി മുരിങ്ങയാണ്. ഇതൊരു 6 മാസം കഴിയുമ്പോൾ അതിന്മേൽ കായ ഉണ്ടാവും പറഞ്ഞിട്ടുള്ളത്. വലിയ ഉയരം വെക്കാത്ത ടൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് പ്ലാവിൻ്റെ തൈയാണ്. ഇത് പിന്നെ ഇതിന്റെ കളറൊക്കെ കണ്ടിട്ട് എടുത്തതാട്ടോ. ഞാൻ വെറൈറ്റി വെക്കുമ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഡീൻ സൂര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റാണത്, നല്ല ടേസ്റ്റാണ് കഴിക്കാനെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉണ്ടായിട്ട് നമുക്ക് നോക്കാം കേട്ടോ, എന്താ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ എന്തായാലും 3 കൊല്ലം പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ കഴിച്ചുകൂടായില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പോയിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ വെക്കാൻ കാരണം ഞങ്ങൾ തൊട്ടപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്ത് കുറേ മൂച്ചകളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ടാണ്, കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. പിന്നെ നമ്മളെ വീട്ടിൽ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ഇങ്ങനത്തെ തൈകളും കാര്യങ്ങളൊന്നും വാങ്ങി വെക്കാഞ്ഞത്. പിന്നെ ഇപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മതിലൊക്കെ കെട്ടിയതിന് ശേഷം ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് ചെറിയ വലിയ ഉയരം വെക്കാത്ത പിന്നെ ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇത് വന്നിട്ട് റെഡ് കളറിലുള്ള ഒരു സപ്പോർട്ടയാണ് കേട്ടോ, തായ് കിങ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നല്ല ടേസ്റ്റ് ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും തന്നെ പിന്നെ വല്ലാതെ ഉയരം വെക്കൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പോപ്പി ചെടികളാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് വെക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുന്നിൽ ഭാഗത്ത് കൂടെ പിന്നെ കറണ്ടിൻ്റെ പോസ്റ്റ് പോകുന്നുണ്ട്, കറണ്ടിൻ്റെ ലൈൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ മരങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കഴിയുമ്പോൾ തട്ടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഓല് വലിയതാകാനായിക്കൂല, അല്ലെങ്കിൽ മുമ്പേ ഓല് വെട്ടിക്കളയല്ലോ. അപ്പം പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ, ഈ ഒരു ഐറ്റം ഒക്കെ പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു സംഭവം പണ്ട് ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് വേലരിയുള്ള ചെടിയാണ് കേട്ടോ. ഇപ്പം അതൊക്കെ ചട്ടിയിലായിട്ടുണ്ട്. ഇപ്പം അതൊക്കെ നല്ല പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണ ചെടികളായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റം ചെടികളൊക്കെ ഉണ്ട്, പേരും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അതാ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതും പണ്ട് കാട്ടുകൂടെ കണ്ടുകൊണ്ട് ചെടിയായിരുന്നു, നമ്മളെ തൊടുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇപ്പോൾ അത് ചെടിയാണെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കില്ല. ഇപ്പോഴാണ് എല്ലാം ചട്ടിയിലും ഹാങ്ങിങ് പ്ലാനൊക്കെ ആയി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ണാടി ചെടിയാണ്. ഇതൊരിക്കൽ ഞാനൊരു ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പം അങ്ങനെ വാങ്ങി പോന്നിട്ടുള്ളതാണ്. ഇതും പോപ്പി ചെടിയാണ് കേട്ടോ, വേറെ പിന്നെ കളറ്. പിന്നെ ഇതാ ഈ സൈഡിൽ മൈലാഞ്ചി ഉണ്ട്. പിന്നെ ആ ചട്ടി ആ ഒരു വെള്ള പിന്നെ സഞ്ചി ഉണ്ടല്ലോ, ഒരു എന്ത് വെച്ചിക്കണ് അതിലും പിന്നെ മൈലാഞ്ചിൻ്റെ കൊമ്പ് വെച്ചതാട്ടോ. പിന്നെ ഇതാണ് നമ്മളെ മാവിൻ്റെ തൈ വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ പിന്നെ വാങ്ങണമെന്ന് ചെറുതായിട്ടൊന്ന് പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ പല സൈഡിലായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഈ വർഷം മാങ്ങ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, കാരണം ഇത് 3 വർഷം കഴിയുമ്പോഴാണ് കായ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ഉയരം കാര്യമൊന്നും വെച്ചിട്ടില്ല, ചെറിയ തൈയല്ലേ. അപ്പോൾ ചിലപ്പോൾ പൂവിട്ടിട്ട് അങ്ങനെ പോകാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പിന്നീട് ഞങ്ങൾ വെച്ചതിന് ശേഷമാണ് ഇവിടെയൊക്കെ പൂവിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം വളഞ്ഞുകൊണ്ട് നിൽക്കണ്. ഇനി അതൊക്കെ ഒന്ന് നിർത്തി കൊടുക്കണം കേട്ടോ. പിന്നെ അതാ അലോവേര. പിന്നെ ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് ഇനി പുതിയ ചെടികൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മണ്ണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാ ഇവിടെ 2 റോസ് കാണുന്നുണ്ട്. ഇത് രണ്ടും വെള്ളയാണ് കേട്ടോ. അപ്പോൾ മറ്റേതൊന്നും റോസ് കളറാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടായി എന്നപ്പോൾ വെള്ള കളറാണ്. അതിന് 2 തൈക്കും 30 രൂപ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ കണ്ണ് പിന്നെ ഒരു മുരിങ്ങൻ്റെ ഇലയൊക്കെ പോലത്തെ ഒരു ചെടിയാണ്. പിന്നെ ഇതാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റെഡ് കളറുള്ള വഴുതനങ്ങ. പിന്നെ 2 തക്കാളി തൈ കേട്ടോ. പിന്നെ തക്കാളി തൈ പിന്നെ വേറെ ഉണ്ട്, നമ്മളെ വീട്ടിലൊന്നും ഉണ്ടായിട്ടുണ്ട്, അത് വേറെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടുന്ന് കൊണ്ടുവന്നത് അത് അത്യാവശ്യം ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത്. ഇത് നമ്മളെ സാധാ നാടൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ അത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, ഇവന് വളരുന്നുണ്ട്, പക്ഷെ അത്ര വലിയ ഉഷാറൊന്നുമില്ല. പിന്നെ ഈ ചട്ടിയിൽ കുറച്ച് കഞ്ഞി കുറുക്കലുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ വെറൈറ്റികളൊന്നും അങ്ങനെ വല്ലാതെ ഒന്നുമില്ല. പിന്നെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് കാന്താരി മുളകാണ്. കാന്താരിൻ്റെ വൈറ്റ് കേട്ടോ, ചെറിയ കാന്താരി ഉണ്ടല്ലോ അതിൻ്റെ വൈറ്റ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ സുർക്കിയിലൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാന്താരി മുളകൊക്കെ. ഇപ്പം ഞാൻ ചമ്മന്തി അരച്ചിട്ട് സുർക്കിയിൽ ഇട്ടിട്ടില്ല. ഈ ഒരു മുളക് സുർക്കിയിൽ ഇട്ടിട്ടില്ല. ഇനി തോന ഉണ്ടാകുമ്പോൾ പറിച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറിച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ട് കണ്ട് ചമ്മന്തിയൊക്കെ അരക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പഴുത്തതൊക്കെ ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. മുളക്കാണെങ്കിൽ മുളച്ചോട്ടെ, നമുക്ക് തൈകൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാണ് പിന്നെ മറ്റൊരു പിന്നെ ഇതിട്ട വെണ്ടക്ക തൈ. ഗാർഡനിൽ നിന്ന് കൊണ്ട് 2 വിധം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഇതിപ്പോൾ എന്താ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്, ഇതിപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു കറിവേപ്പിൻ്റെ തൈ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ 2ാമത്തെ ചാക്കിൽ കണ്ടത് കസ്തൂരി മഞ്ഞളാണ്. അത് ഹസ് കുറേ മുമ്പ് വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ. പിന്നെ ഇത് വളങ്ങളൊക്കെ, അതായത്
പിന്നെ ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വളങ്ങളൊക്കെ നിറച്ച് മണ്ണ് സെറ്റാക്കി അങ്ങനെ വെച്ചതേന് കഴിഞ്ഞ വർഷം കേട്ടോ. അതാ മതിൽമ കയറ്റി വെച്ചിട്ട് പിന്നെ തൊട്ടിട്ടില്ല. ഇത് പിന്നെ പപ്പായാണ്, നമ്മളെ നാടൻ പപ്പായാണ്, താനെ പിന്നെ മുളച്ചുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് അമർത്തി കൊടുത്ത് ചെരിച്ചങ്ങാണ്ട് കൊടുത്തപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാം.